ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. മട്ടനൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ കറി ഞാനിവിടെ വളരെ കുറഞ്ഞ ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി മട്ടനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഈ കറിയിലേക്ക് ഏകദേശം 1.5 കിലോനോളം മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടനൊക്കെ ഞാനിവിടെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറി റെഡിയാക്കിയെടുക്കാൻ വേണ്ടി 2 സവാള, അതുപോലെ 2 ചെറിയ തക്കാളി, 2 പച്ചമുളക്, കുറച്ചധികം ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു 2 ടീസ്പൂണോളം കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിയിൽ നമ്മളൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള എരിവിന് ഞാനിവിടെ 2 ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. ഈ മസാലയൊക്കെ വെച്ച് നമ്മൾ മട്ടനൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പീസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പട്ടയൊക്കെ എണ്ണയിലിട്ട് നല്ലപോലെ തന്നെ മൂത്ത് വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മട്ടനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതേ മസാല വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയുള്ളിയൊക്കെ എണ്ണയിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ ചേർത്ത് നമ്മൾ മട്ടൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ പകുതി ചെറിയുള്ളിയും അതുപോലെ തന്നെ പകുതി വലിയുള്ളിയാണ് എടുത്തുള്ളത്. മുഴുവനായിട്ട് വലിയുള്ളി വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 ചെറിയ സവാള കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയൊക്കെ നമ്മൾ മട്ടനിൽ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ മട്ടൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇതുപോലെ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും ചെറിയ ജീരകവും ഒക്കെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ പച്ചമണം മാറിക്കിട്ടുന്ന വരെ നല്ലപോലെ തന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ മസാല നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കറിക്കും ഒരു പ്രത്യേക ഫ്ലേവറും നൽകും. മസാലയുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും ചേർത്തെടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയും അതുപോലെ തന്നെ 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതുപോലെ മട്ടൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പാകത്തിലായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. അതുപോലെ കറിയിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മസാലപ്പൊടികൾ നമ്മുടെ ഉള്ളിയും തക്കാളിയിലൊക്കെ കടന്ന് നല്ലപോലെ തന്നെ ഒന്ന് പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. മട്ടനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാലയിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള മസാലയിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മട്ടൻ പീസിലേക്കൊക്കെ നല്ലപോലെ തന്നെ മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ മസാലയും മട്ടനൊക്കെ നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ പീസിലൊക്കെ നല്ലപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മട്ടനിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വരും. ഈ സമയത്ത് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ കറി റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറഞ്ഞ ഗ്രേവിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. എന്നാൽ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മട്ടൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കുറഞ്ഞ ഗ്രേവി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിവിടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊക്കെ അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഓരോ കുക്കറിന് അനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ തന്നെ നമ്മളെ മട്ടൻ്റെ വേവിനനുസരിച്ചും മാറ്റം വരുത്താവുന്നതാണ്. ഞാനിവിടെ ഒരു 3 വിസിലായപ്പോഴേക്കും കുക്കറൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കണം. മട്ടൻ കറിയിൽ ഒത്തിരി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഞാനിവിടെ ഇത് ഒന്നുകൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മട്ടൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഒരു 10 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചുമ്പോഴേക്കും നമ്മുടെ മട്ടനൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ വറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ മട്ടൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലുമാണ്. ഇതുപോലെ മട്ടൻ കറി ഒന്ന് റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറാട്ടയിലേക്കും പത്തിരിയിലേക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.